എറണാകുളം പള്ളുരുത്തി സെന്റ് റീതാസ് പബ്ലിക് സ്കൂൾ അധികൃതർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥിനിയെ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ക്ലാസിൽ നിന്ന് പുറത്താക്കിയത് ഗുരുതരമായ കൃത്യവിലോപവും വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനവുമാണെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ ഉപഡയറക്ടർ റിപ്പോർട്ട് നൽകി. മൗലികമായ മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ നടപടിയാണ് സ്കൂളിന്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായി ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണം എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. വി അരുൺ ചേരുന്നു. അരുൺ, വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുക, ഇതിനകത്ത് പുറത്തുനിന്ന് ഭീഷണി ഉണ്ടാകുക എന്നുള്ള സ്കൂൾ അധികൃതരുടെ നിലപാട്, ഇതെല്ലാം ഒറ്റയടിക്ക് തള്ളിക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് ഒരു നിലപാടെടുക്കുമ്പോൾ ഇനി ഹിജാബ് ധരിക്കാതെ സ്കൂളിൽ വന്നുകൊള്ളാം എന്ന് രക്ഷിതാക്കൾ പോലും ഉറപ്പ് കൊടുത്തതാണ്. പക്ഷെ അതിന്റെ ആവശ്യമില്ല, കൃത്യമായിട്ട് ഉണ്ടായ വീഴ്ച സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്താണെന്ന് വ്യക്തമാക്കുകയാണോ മന്ത്രി? തീർച്ചയായിട്ടും സ്കൂൾ മാനേജ്മെന്റിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്താൻ അനുമതി നൽകണമെന്നാണ് മന്ത്രി ആവശ്യപ്പെടുന്നത്. ഇതിന് സ്കൂൾ വിദ്യാർത്ഥിനിക്ക് അനുമതി നൽകണം. ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും ഒക്കെ സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം. വിദ്യാർത്ഥിനിക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നാളെ രാവിലെ 11 മണിക്ക് മുമ്പായി സമർപ്പിക്കാൻ സ്കൂൾ പ്രിൻസിപ്പലിനും മാനേജർക്കും കർശന നിർദ്ദേശവും വിദ്യാഭ്യാസ മന്ത്രി നൽകിയിട്ടുണ്ട്. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെയും അനുവദിക്കില്ല. സർക്കാർ ഈ വിഷയത്തിൽ തുടർന്നും ജാഗ്രത പുലർത്തുമെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നു. കേരളം പോലും സംസ്ഥാനത്ത് ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരാൻ കഴിയില്ല എന്ന ഒരു ചർച്ചകൾ വലിയ രീതിയിൽ സർക്കാരിന്റെ നിലപാടുകൾക്ക് തിരിച്ചടിയായി മാറിയിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ മന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എറണാകുളം സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ കടുത്ത നിലപാടിലേക്ക് സർക്കാർ പോകാൻ കാരണവും അതുതന്നെയാണ്. നാളെ രാവിലെ 11 മണിക്ക് മുമ്പ് റിപ്പോർട്ട് നൽകണം. വിദ്യാർത്ഥിനിക്ക് ശിരോവസ്ത്രം, മതവിശ്വാസത്തിന്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിലെത്താൻ അനുമതി നൽകണമെന്ന് തന്നെയാണ് മാനേജ്മെന്റിനോട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെടുന്നത്. അതായത് അരുൺ, ഇതിനകത്ത് SDPI ഈ വിഷയത്തിന് പിറകിലുണ്ട്. ഇതൊരു തീവ്രവാദ അജണ്ടയാണ്, ഇങ്ങനെ പിറകിൽ നിന്നുകൊണ്ട് ഉയർത്തിയ ഒരു തീവ്രവാദ വിഷയമാണെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നതാണ്. BJP ആ തരത്തിലുള്ള നിലപാടുകൾ പരസ്യമായി നമ്മളോടടക്കം പറയുകയും ചെയ്തതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിപൂർണമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ്, സംസ്ഥാന സർക്കാർ, മന്ത്രി തള്ളുന്നു. പകരം ഇത് ഒരു പെരുപ്പിച്ചു കാണിച്ച ഒരു വിഷയമാക്കിയാണ് മന്ത്രി അടക്കം കാണുന്നത് എന്നുകൂടിയാണോ? അതിൽ ഈ വിദ്യാർത്ഥിനിയുടെ രക്ഷകർത്താവിന്റെ പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിലപാട് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നത്. അവർക്ക് ഇത്തരമൊരു പരാതിയുണ്ട്. വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ കയറ്റാതെ പുറത്തു നിർത്തിയ സംഭവത്തിൽ സർക്കാർ ഇടപെടുകയാണ്. വിദ്യാർത്ഥിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അന്വേഷണം നടത്തിയതും സ്കൂളിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായെന്ന് കണ്ടെത്തുകയും ചെയ്തത്. ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ. വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം വിദ്യാർത്ഥിനിയെ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് ഗുരുതരമായ കൃത്യവിലോപമാണ്. അത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനമാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ അരുൺ, ഇതിനകത്ത് വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിക്ക് അപ്പുറത്തേക്ക് സ്കൂളിന്റെ ഒരു ആശങ്കയുണ്ടായിരുന്നു. അത് സ്കൂളിന് സുരക്ഷാ ഭീഷണിയുണ്ട്, അതുകൊണ്ട് 2 ദിവസം അവധി കൊടുക്കേണ്ടതായി വരുന്നു. അങ്ങനെ പുറത്തുനിന്ന് ഭീഷണി ഉണ്ടായി എന്നതടക്കമുള്ള വാദങ്ങൾ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതടക്കം പരിപൂർണമായി തള്ളുന്നു സർക്കാർ എന്നുകൂടിയാണോ? അങ്ങനെ വേണം കരുതാൻ. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് സർക്കാരിന്റെ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഉത്തരവിന്റെ കൂടി റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നിലപാടിലേക്ക് സർക്കാർ എത്തുന്നത്. സർക്കാർ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമായി തന്നെ ഇതിനെ കാണണം. ഇന്നലെ വിഷയത്തിൽ പ്രാഥമികമായ പ്രതികരണം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ റിപ്പോർട്ടിന് ശേഷമാണ് അദ്ദേഹം ഇത്തരം ഒരു കടുത്ത നിലപാടിലേക്ക് പോകുന്നതും സ്കൂൾ മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തുന്ന മതവിശ്വാസ പ്രകാരമുള്ള ആചാരപ്രകാരമുള്ള ശിരോവസ്ത്രം ധരിച്ചു വരാൻ ഏത് വിദ്യാർത്ഥിനിക്കും കേരളത്തിന് അവകാശമുണ്ട്. ആ അവകാശത്തെ ലംഘിക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് അടിയന്തരമായ തെറ്റു തിരുത്തണമെന്ന ഒരു ശക്തമായ സന്ദേശം കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ നൽകുന്നത്. സ്കൂളിന്റെ സ്വാഭാവികമായ അത്തരം വിശദീകരണങ്ങളും അവരുടെ നിലപാടുകളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ സർക്കാർ ഇപ്പോൾ അത് പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കുന്നില്ല. പകരം ഈ വിദ്യാർത്ഥിനിയുടെ രക്ഷിതാവിന്റെ പരാതിയാണ് വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും മുഖവിലേക്ക് എടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ അരുൺ, തിരികെ BJP നേതാവ് ഷോൺ
ഷോൺ ജോർജ് നമുക്കൊപ്പം ചേരുന്നു. ഷോൺ ജോർജ്, മതാചാര സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്ന് മന്ത്രി പറയുന്നു. അതുകൊണ്ട് ശിരോവസ്ത്രം ധരിച്ച് തുടർ പഠനത്തിന് അനുമതി നൽകണം. അതാണ് വിദ്യാഭ്യാസ വകുപ്പ്, വിദ്യാഭ്യാസ മന്ത്രി, സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്. എങ്ങനെയാണ് പ്രതികരണം? ഇന്നലെ ഇതേ മന്ത്രി സ്കൂളിലെ യൂണിഫോം സ്കൂൾ മാനേജ്മെന്റിന് തീരുമാനിക്കാം എന്ന് പറഞ്ഞ മന്ത്രി 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ആ നിലപാട് തിരുത്തണമെങ്കിൽ ഇതിന്റെയൊക്കെ പുറകിൽ നടത്തുന്ന ആസൂത്രണം ഞങ്ങളൊക്കെ ഇത് പറയുമ്പോ ഇന്ന് എവിടെ പോയ എറണാകുളം MP പറഞ്ഞു ഇവിടെ അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. തീർച്ചയായിട്ടും ഞങ്ങൾ സമ്മതിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു വിഷയം അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യണം. കാരണം ഇത് ഞങ്ങൾക്ക് ബോധ്യമുള്ളൊരു കാര്യം, ഇത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആരംഭ പ്രവർത്തനമാണ് കേരളത്തിൽ. അത് ഞങ്ങൾ 100% വിശ്വസിക്കുന്നു. ഇത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആരംഭ പ്രവർത്തനം SDP-യും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന വലിയ അജണ്ടയുടെ ഇങ്ങേ അറ്റം മാത്രമാണ് ഈ വിഷയം. ഒരു കാര്യം എടുത്തു പറയട്ടെ, ഇന്ന് അവിടെ ചെന്ന് ഈ മന്ത്രിയുടെ മറ്റേ MP ചെന്നപ്പോ ഈ കുട്ടിയുടെ മാതാപിതാക്കള് നാളെ മുതൽ കുട്ടി സ്കൂളിന്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് സ്കൂളിൽ പോകുമെന്ന് സമ്മതിച്ചെന്ന് MP പറയുന്നു. അതേ വ്യക്തികൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുത്ത് ആ പരാതിന്മേൽ തീരുമാനം ഉണ്ടാകുന്നു. അപ്പോ ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നവർ ആരുടെ നിയന്ത്രണത്തിലാണ്? അവരെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഇതിന്റെയൊക്കെ പുറകിൽ അവിടെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഈ കൊച്ചിയുടെ മാതാപിതാക്കൾ മാത്രമല്ല സ്കൂളിൽ ചെന്നത്. സ്കൂൾ പൂട്ടിയിടാൻ കാരണം എന്താണ്? ആ പ്രദേശത്തുള്ള വലിയ രീതിയിലുള്ള SDP-യുടെ ഒരു ബഹളമായിരുന്നു അവിടെ ഉണ്ടായത്. ശരിക്കും അവിടെയുള്ള അധ്യാപകരും മാനേജ്മെന്റും സിസ്റ്റർമാരും എല്ലാം ഭയന്നുകൊണ്ടാണ് സ്കൂളിന് ഇന്നും ഇന്നലെയും അവധി കൊടുത്തത്. ഈ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള വലിയ ആകുലതയാണ് പങ്കുവെക്കാനുള്ളത്. 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ മന്ത്രിയുടെ തീരുമാനത്തെ 24 മണിക്കൂർ കൊണ്ട് മാറ്റാൻ കഴിവുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇവിടെ SDP മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതാണ് ഞങ്ങളുടെ ആകുലത. ഷോൺ, വർഗീയ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു, അതാണ് എറണാകുളം MP പറഞ്ഞത്. പക്ഷേ അതിനകത്ത് ഒരുപക്ഷെ താങ്കളടക്കം BJP പറയുന്നത് പോലെ ഇതൊരു SDP-ഐ ഇതിന്റെ പിറകിൽ നിന്നുകൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണം നടത്തുന്നു, അങ്ങനെയുള്ള ഒരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. 117 അവിടെ കയറി ചെന്ന് ബഹളമുണ്ടാക്കിയ SDP-യെ കുറിച്ച് ഹൈബിയിടന് മിണ്ടാനില്ല. അവിടെ ചെന്ന് പ്രശ്നമുണ്ടാക്കിയ ആ സിസ്റ്റർമാർക്കെതിരെ കയ്യേറ്റ ശ്രമം നടത്തി SDP-യെ കുറിച്ച് ഇവർക്കാർക്കും മിണ്ടാനില്ല. അവിടെ ചെന്നത് തെറ്റാണെന്ന് പറഞ്ഞ് BJP ചെയ്തതാണ് തെറ്റ്. എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരൊക്കെ എന്താണ് അർത്ഥം വെക്കുന്നതെന്ന്. നിങ്ങളിത് ഒരു നിസ്സാരമായി കാണരുത്. ഇത് ഇവിടെ മാത്രമല്ല, മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സംഭവിച്ചിരിക്കുന്നു. അല്ല, അത് കോൺഗ്രസിനും മനസ്സിലാകുന്നില്ല. BJP പറയുന്ന അത്രയും അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം അത് കോൺഗ്രസിനും മനസ്സിലാകുന്നില്ല എന്നാണോ? വന്ന് ഈ രാഷ്ട്രീയ പാർട്ടികളെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാം വളർന്നിരിക്കുന്നു. അതാണ് സത്യം. ഇവിടുത്തെ തീവ്രവാദ സംഘടനകൾക്ക് അടിയറ വെച്ചിരിക്കുന്നു കോൺഗ്രസും CPM-ഉം. ഇവരെ നിയന്ത്രിക്കുകയാണ് ഇപ്പൊ ഇവര്. 24 മണിക്കൂറും കൊണ്ട് സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി തന്റെ അഭിപ്രായം മാറ്റി പറയണമെങ്കിൽ എന്തുമാത്രം അവർ സമ്മർദ്ദ ശക്തിയായി വളർന്നു എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ?